കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇത് കുറച്ച് ആയാളിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ആയാളിയും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ഈ കാണിക്കുന്ന നമ്മുടെ നുറുക്കരിയില്ലേ, ഇതെനിക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഫ്രണ്ട് കൊണ്ടു തന്നതാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പം ഞാൻ വിചാരിച്ചു കർക്കിടകമായിട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇതാ മട്ട അരിയാണ്, എനിക്കിത് കിട്ടത്തില്ല ഇവിടെ. അപ്പോൾ അഞ്ചു എനിക്ക് ഇത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനായിട്ട് കൊണ്ടു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാമെന്നേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് മട്ടയരിയാണ്. അപ്പോൾ അഞ്ചിനൊരു താങ്ക്സ് പറയുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കിട്ടിയത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ടെന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ട് നമ്മുടെ ആയാളിയും ഉലുവയും ഈ മട്ടയരിയും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേവിച്ചെടുത്ത് കുക്കറിൻ്റെ അകത്തൊരു 3 വിസിലിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ അരിയും നമ്മുടെ ഉലുവ, ആയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറയാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ നാളായിട്ട് ഇവിടെ ടിന്നിൽ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇപ്പം ഞാൻ വെച്ച് കർക്കിടകമായിട്ട് എല്ലാവരും ഔഷധ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തല്ലേ, അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 1 മുറി തേങ്ങയുടെ പാൽ വേവിച്ച് വെച്ച് നമ്മുടെ ആയാളിയുടെയും നമ്മുടെ അതിലും അരി വേവിച്ചില്ല അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ കൂട്ടം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1 മുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഇങ്ങനെ ഇത് കുടിക്കാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ മധുരം കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തെടുത്ത് ശർക്കരയൊക്കെ ഉരുക്കി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഉണ്ടയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ട ശർക്കര, അല്ലെങ്കിൽ കരിപ്പൊടി ചേർക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഈ ആയാളിക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. നടുവേദനയൊക്കെ മാറാനും നമുക്ക് ഒരുപാട് എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ആയാളി. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ആയാളിയുടെയും ഉലുവയുടെയും കൂടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലും മാത്രം ഒഴിച്ച് കഴിച്ചാലും മതി. കുഞ്ഞു കുട്ടികൾ വരെ കഴിച്ചോളും. നല്ല ടേസ്റ്റിയാണ് തേങ്ങാപ്പാലിൻ്റെയും. പിന്നെ നടുവിന് വേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ ആയാളി എന്ന് പറയുന്ന സംഭവം. പിന്നെ ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ കർക്കിടകമായിട്ട് എന്തെങ്കിലും ഒരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഔഷധ കിട്ടൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ പിന്നെ വീട്ടിലുള്ളതൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിളച്ച് വറ്റാനുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആയാളി പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെ അതങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഡിന്നറിന് പറയുന്നത് ഇപ്പോൾ ഇതാകട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദിവസം കർക്കിടകമായിട്ട് അല്പമെങ്കിലും ഔഷധമൊക്കെ നമ്മുടെ ശരീരത്തേക്ക് ചെല്ലണ്ടേ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ആയാളി ഉലുവയുടെയും കൂടിയുള്ള എന്താ പറയുക പായസം എന്ന് തന്നെ പറയാം. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.